ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നലെ നമ്മുടെ യൂറോപ്പും ജപ്പാനും അങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ജപ്പാനും ഒക്കെ ചേർന്നിട്ട് ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറാനെതിരെ വളരെ പരോക്ഷമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ ഇറക്കിയിരിക്കുന്നത്. ഇറാൻ്റെ പല ആക്ഷൻസും GCC കൺട്രീസിലോട്ടുള്ള ആക്രമണം ഉൾപ്പെടെ പല ആക്ഷൻസും അവർ വളരെ പരോക്ഷമായിട്ട് തന്നെ ഇതിനകത്ത് വിമർശിച്ചിട്ടുണ്ട്. ആൻഡ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിൽ നടക്കുന്ന ഇറാൻ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ ഡ്രോൺ അറ്റാക്സ് ആവട്ടെ, ഈ കപ്പലിനെ പോകാൻ അനുവദിക്കാത്തതാകട്ടെ, ഇന്റർനാഷണൽ ലോസ് പ്രകാരം ഈ കപ്പലിന്റെ ഒരു ട്രാവൽ ചെയ്യാനുള്ള ഒരു റൈറ്റ്സിനെ തന്നെ ഇപ്പോൾ ഇറാൻ അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ, അതായത് ഇറാൻ ട്രാവലിംഗ് റൈറ്റ്സിനെ പോലും ബഹുമാനിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ യൂറോപ്പും ജപ്പാനും ഒക്കെ ചേർന്നിട്ട് വളരെ ജോയിന്റ് ആയിട്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ്, എന്താണ് ഈ പ്രശ്നത്തിന്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഒരു വാണിംഗ് തന്നെയാണ്. എന്ന് വെച്ചാൽ ചുമ്മാ ഞങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ UN കുറെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഇറക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ ആക്രമണം നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഒരു യൂസ് ഇല്ലാണ്ട് UN പല സ്റ്റേറ്റ്മെന്റ്സും ഇറക്കാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഈ രാജ്യങ്ങൾ ഇറക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. കാരണം സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിന്റെ കൂടെ തന്നെ യൂറോപ്പും ജപ്പാനും കൂടി ഇപ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പിടിച്ചെടുക്കാനുള്ള US നീക്കത്തിനെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ US നീക്കത്തിന് ഒപ്പം നിൽക്കാനാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും ഈ പറയുന്ന നമ്മുടെ ജപ്പാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ട്രംപിന്റെ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലെ അറ്റാക്ക്, ട്രംപ് ഇപ്പോൾ കരസേനയെ വിട്ട് ഹോർമൂസ് കടലിലേക്ക് പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വെറുതെ നമ്മുടെ പുറത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല ഈ പറയുന്ന രാജ്യങ്ങൾ കൊടുക്കുന്നത്. അവരുടെ ആർമീസിനെ വിടാൻ വേണ്ടി അവർ ചിലപ്പോൾ ഒരുങ്ങിയെന്ന് വരും. ആർമീസിനെയും അവരുടെ മിലിറ്ററി എക്യുപ്മെന്റ്സും മിലിറ്ററി ടെക്നോളജീസും ഒക്കെ ചിലപ്പോൾ അവർ ഇതിനു വേണ്ടി കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വാണിംഗ് ആണ് ഇപ്പോൾ അവർ ഇറാന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ദിസ് മീൻസ് ജപ്പാനും കൂടെ ഇതിനകത്തോട് ചേർന്നതോടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന ഒരു സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഒരു മൂവ്മെന്റ് നടത്തും. ആ ഒരു മൂവ്മെന്റിന്റെ കൂടെ തന്നെ നമ്മുടെ യൂറോപ്പും ജപ്പാനും കൂടെ ചേരുന്നതോട് കൂടെ തന്നെ യൂറോപ്പും ജപ്പാനും വളരെ പ്രത്യക്ഷമായി, വളരെ പരോക്ഷമായിട്ട്, അല്ലെങ്കിൽ വളരെ എവിഡന്റ് ആയിട്ട് തന്നെ ഈ വാറിൽ ഇൻക്ലൂഡ് ആവാൻ പോവാണ്. ഈ വാറിൽ കക്ഷി ചേരാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഈ വാർ എന്ന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒരു രണ്ട് രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു വാറായിട്ടല്ല ഇപ്പൊ ഇത് മാറാൻ പോകുന്നത്. ഇതിപ്പോ ലോകത്തിൽ തന്നെ, നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വലിയ വാറായി ഇത് മാറാൻ പോവുകയാണ്. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും ചേർന്നിട്ടാണ് ഇനി ഇറാനെ ആക്രമിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു ബി ടെൻസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി ഇന്റൻസ്. കാരണം ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇറാൻ ഒരു കാര്യമില്ലാണ്ട് GCC കൺട്രീസിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. GCC കൺട്രീസിലെ US ബേസിനെ എന്തുകൊണ്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇറാൻ അവിടുത്തെ സിവിലിയൻ സ്ട്രക്ചേഴ്സിനെയും ഓയിൽ ഫീൽഡ്സിനെയും ഓയിൽ ഫാക്ടറീസിനൊക്കെ ആക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറാന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വ്യക്തമാണ്. കാരണം ഇറാന് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിയാം, അമേരിക്ക പോലൊരു കൺട്രിയെ തകർക്കാനുള്ള, അല്ലെങ്കിൽ അമേരിക്കയോട് പിടിച്ചു നിൽക്കാനുള്ള ആയുധബലമോ മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ ശക്തിയോ, അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ഒരു മിലിറ്ററി എക്യുപ്ഡ് ആയിട്ടുള്ള രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാണിക്കുന്ന പലതും തന്നെ റഷ്യ, ചൈന അങ്ങനെയുള്ള പല രാജ്യങ്ങളുടെയും പിന്തുണയിലാണ് ഇറാന്റെ പല മിലിറ്ററി എക്യുപ്മെന്റ്സും പല മിലിറ്ററി ആക്ഷൻസും നടക്കുന്നത് തന്നെ. അപ്പോൾ അമേരിക്ക പോലൊരു രാജ്യത്തിന് പിടിച്ചു നിർത്താൻ മാത്രമുള്ള ഒരു വലിയ രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത്. അത് വളരെ ശരിയാണ്. പക്ഷെ അപ്പോൾ അതേ സമയത്ത് ഇറാന് കീഴടങ്ങാനുള്ള ഒരു ഉദ്ദേശമില്ല. ആൻഡ് ഇറാൻ ഈസ് പ്ലേയിങ് വെരി ഡേഞ്ചറസ് ഗെയിം. കാരണം ഇറാൻ എന്താ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൂയിസൈഡ് അറ്റാക്ക് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം GCC കൺട്രീസിനെ അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങളിപ്പോൾ മുഖ്യധാരയായിട്ടുള്ള പല മാധ്യമങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ ബാക്കി രാജ്യങ്ങളെ ആക്രമിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനിലുണ്ടാക്കുന്ന ഡാമേജ് എന്തുമാത്രമാണെന്ന് നമ്മുടെ ഇപ്പോഴത്തെ പല രാജ്യങ്ങളും, അതായത് ഈ പറയുന്ന പല ചാനൽസും അതിനെക്കുറിച്ച് ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇസ്രായേലും ഈ പറയുന്ന അമേരിക്കയും ഒക്കെ ചേർന്നിട്ട് ഇറാനിൽ വളരെ 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 പവർഫുൾ, വളരെ ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ആൻഡ് അവിടെ ഒരുപാട് കാഷ്വാലിറ്റീസും ഒരുപാട് ഡാമേജസ് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇറാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മീഡിയാസ് ഒക്കെ ഒരു പ്രത്യേക അജണ്ട, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഡയറക്ഷനിലാണ് ഇപ്പോൾ പല ന്യൂസും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂസുകളിലൊന്നും തന്നെ ഇറാനിൽ നടക്കുന്ന അറ്റാക്ക് അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന ഡാമേജ് ഒന്നും അവർ കാണിക്കുന്നില്ല. കാരണം അവർ TRP റേറ്റിംഗിന്റെയും അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. ഇറാനിൽ ഒരുപാട്
ഡിസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അമേരിക്ക ഇസ്രായേലും കൂടെ വളരെ വളരെ അഗ്രസീവായിട്ടാണ് അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതൊന്നും തന്നെ പുറത്ത് വരുന്നില്ല, ഇതൊന്നും തന്നെ കാണുന്നില്ല. ഇറാൻ ചെയ്യുന്ന പല കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് GCC കൺട്രീസിൽ. ഇറാൻ എന്തുകൊണ്ട് GCC കൺട്രീസിനെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെ ഒരുപാട് ഇന്റർനാഷണൽ പേഴ്സണൽസ് ഉണ്ട്. ഇന്റർനാഷണലി ഒരുപാട് രാജ്യങ്ങളിലെ ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ദുബായ്, അബുദാബി, അങ്ങനെയുള്ള പല സ്ഥലങ്ങളും. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എല്ലാ രാജ്യത്തിനും അതിനകത്തുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് എന്തുകൊണ്ട് പിടിച്ചെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലോബലി ആ ഒരു സംഭവം, ആ ഒരു ഇമ്പാക്റ്റ് ഗ്ലോബലി എല്ലായിടത്തും എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇറാൻ ഒരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം അല്ല ഇവിടെ കളിക്കുന്നത്. കാരണം ഇറാൻ അറിയാം ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ എണ്ണയുടെ 20% ആ ഒരു ട്രാവൽ നടക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കുന്ന വഴി ലോകം മുഴുവൻ ഈ പറയുന്ന ഒരു വാറിന്റെ ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുന്ന അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ കാരണം ലോകം മുഴുവൻ ആ ഒരു ഇമ്പാക്റ്റ് എത്തിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ അവർ നോക്കുന്നത് GCC കൺട്രീസ് അറ്റാക്ക് ചെയ്യുന്നത് വഴി ആ പറയുന്ന ബാക്കി രാജ്യങ്ങളിലെ എല്ലായിടത്തും കൂടെ ഈ പറയുന്ന GCC കൺട്രീസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്കാർ വന്ന് താമസിക്കുന്നത്. അപ്പോൾ ഒരു ടോട്ടൽ എന്ന് പറയാം, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് അറ്റാക്കാണ് ഇപ്പോൾ ഇറാന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇതിന്റെ ബേസിസിൽ ഇപ്പോൾ യൂറോപ്പ് ആൻഡ് ജപ്പാൻ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് വാർ. അതിപ്പോൾ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിലോട്ട് ഇത് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല റഷ്യയും ചൈനയും കൂടെ പെട്ടെന്ന് പോയി തന്നെ ഇറാനെ ഡയറക്റ്റ്ലി ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. കാര്യമെങ്കിൽ ഇത് തീർച്ചയായിട്ടും വേൾഡ് വാർ 3 പെട്ടെന്ന് പോയി നിൽക്കും. പക്ഷേ ഇറാൻ ഈ പറയുന്ന മാതിരി പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കുന്ന ഒരു രാജ്യമല്ല. അപ്പം ഡെഫിനറ്റ്ലി ഇറാന്റെ സൈഡിൽ നിന്ന് തിരിച്ചും ഇതിന് അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെ ഉണ്ടാവും. ആൻഡ് ഇറാൻ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ആർക്കും വ്യക്തമായിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും മേ ബി ഇറാൻ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ലോഞ്ച് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ട് വരെ വേണമെങ്കിൽ ഇത് പോവാം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആൻഡ് ഈ പറഞ്ഞൊരു സംഭവം, ഈ പറഞ്ഞ ഇറാന്റെ ഈ പറയുന്ന ഒരു യുദ്ധത്തിനെതിരെ ഇപ്പം യൂറോപ്പും ജപ്പാനും കൂടെ പങ്കു ചേർന്നതോടുകൂടി ഇതിപ്പോൾ ഒരു വേൾഡ് ലെവൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡിസാസ്റ്റർസ് ആയിട്ടുള്ള ഒരു വാറിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ ഈ പറഞ്ഞ മാതിരി GCC കൺട്രീസിലൂടെ അറ്റാക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇറാൻ യൂറോപ്യൻ കൺട്രീസിലോട്ട് കൂടെ ഇനി അറ്റാക്ക് ഒന്ന് കടുപ്പിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ യൂറോപ്പ് എന്തായാലും തിരിച്ച് അറ്റാക്ക് ചെയ്യും. കാരണം GCC കൺട്രീസ് പോലെയല്ല യൂറോപ്പ് എന്ന് പറയുന്നത്. യൂറോപ്പ് എന്ന് പറയുമ്പോഴേക്കും ഒന്നാമത് അമേരിക്കയുടെ ഒരുപാട് കാര്യങ്ങളും നാറ്റോ ബേസസും കാര്യങ്ങളും ഉണ്ട്. അത് പോരാത്തതിന് യൂറോപ്യൻ കൺട്രീസിന് തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള ടെക്നോളജീസ്, അവരുടെ സ്വന്തമായിട്ടുള്ള മിസൈൽസ്, അവരുടെ സ്വന്തമായിട്ടുള്ള ആർമി കാര്യങ്ങളൊക്കെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആർമീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നുകൊണ്ട് യൂറോപ്പും കൂടെ ഇനി ഇറാൻ അതേ രീതിയിൽ ആ ഒരു സ്കെയിലിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ അത് താങ്ങാനുള്ള ഒരു ശക്തി പോലും ഇല്ല. കാര്യം അതിന് മാത്രമുള്ള ഡിസാസ്റ്റേഴ്സ്, അതിന് മാത്രമുള്ള ഡാമേജ് അമേരിക്ക അവിടെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. സോ ഇറാൻ ടെക്നിക്കലി അവരുടെ തന്നെ ഒരു പതനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു പതനത്തിലേക്ക് ഒരു സൂയിസൈഡ് ബോംബിംഗ് പോലൊരു ഗെയിമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഈ യുദ്ധം തോൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോകില്ല, ഞങ്ങളിവിടെ മാക്സിമം, അതും ജസ്റ്റ് ഈ GCC കൺട്രീസിലും അമേരിക്കയിലും ഇസ്രായേലല്ല, വേൾഡിൽ മുഴുവൻ മാക്സിമം ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ള രീതിയിലാണ് ഒരു രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഇവിടെ ആരുടെ സൈഡ് നിൽക്കണം, ആരാണ് ശരി ആരാണ് തെറ്റെന്ന് പോലും ഇപ്പം പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ അറ്റാക്ക് തുടങ്ങിയത് US ഇസ്രായേലും ചേർന്നാണെങ്കിൽ പോലും ഇപ്പോൾ ആ ഒരു അറ്റാക്കിനെതിരെ ഇറാൻ കാണിക്കുന്ന റെസ്പോൺസും ഒരു രീതിയിൽ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. GCC കൺട്രീസിൽ സിവിലിയൻ സ്ട്രക്ചേഴ്സ് അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇപ്പോൾ ആ എല്ലാ രീതിയിലും ഇത് എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനുൾപ്പെടെയുള്ള എല്ലാവരും ഇത് വളരെ വളരെ ഭയാനകം അല്ലെങ്കിൽ വളരെ വളരെ ഭയത്തോടെയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെ പോയി നിൽക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും എന്നുള്ളത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ് അജിത്ത്.